തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വൻ തീപിടുത്തത്തിൽ വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ അനിശ്ചിതത്വമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. റെയിൽവേയിൽ നിന്നോ അധികൃതരിൽ നിന്നോ കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഇതിനകം 250-ലധികം പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചു കഴിഞ്ഞു. തൃശൂരിൽ നിന്ന് സൂരജ് റിപ്പോർട്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് നിരവധി വാഹനങ്ങളാണ് ഇവിടെ കത്തി നശിച്ചത്. അതാ കത്തി നശിച്ച വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അത് ഇപ്പോഴും ഇവിടെ തന്നെ ആ വാഹനങ്ങൾ, കത്തി നശിച്ച വാഹനങ്ങൾ അതേപടി തുടരുന്നുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളുടെ ഉടമസ്ഥരെല്ലാം തന്നെ പലരും ഇതൊക്കെ അന്വേഷിച്ചു, അതായത് വാഹനങ്ങൾ തിരക്കിയൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവർ പലരും ഉള്ളത്. ചേട്ടാ, വണ്ടി ഉണ്ടായിരുന്നു? നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലേ? ഇല്ല. വണ്ടി നോക്കി വന്നതാണോ? നോക്കി വന്നതാ. അപ്പം ഞങ്ങളിലൊരു പേപ്പറുണ്ട്, ഇതാണ് ഇവിടെ പാർക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. അപ്പം ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ. വണ്ടിയായിരുന്നോ? പുതിയതല്ല, പഴയത് തന്നെ. എന്നാലും ഇനിയിപ്പോൾ ഒരു വണ്ടി വാങ്ങണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ക്ലെയിംസ് ഒക്കെ വല്ലതും കിട്ടുമോ? ക്ലെയിം കിട്ടുമല്ലേ? സമയം എടുക്കുമായിരിക്കും. ഇപ്പം അത് സംബന്ധിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ആരും. അന്വേഷിച്ച് വണ്ടി കണ്ടെത്തി വന്നിട്ട് ഇല്ല, വണ്ടി നോക്കണം. ഇതാണ്, അതായത് പലരും വരുന്നുണ്ട്, പക്ഷെ അവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇനി ഒരു തുടർ നടപടി എന്തായിരിക്കും എന്നറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അവർ ഈ ഫോൺ നമ്പറും ഇതെല്ലാം ശേഖരിക്കുന്നുണ്ട്. സ്വാഭാവികമായി അവരെ ബന്ധപ്പെടും എന്നുള്ളതാണ് റെയിൽവേ അറിയിക്കുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചൊരു ആശങ്കയുണ്ട്. പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വാഹനത്തിൻ്റെ ചേസ് നമ്പർ അടക്കം ശേഖരിച്ച് കോടതിയിലേക്ക് കൊടുക്കും, പിന്നീട് ഈ FIR അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് ഇത് സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം. പക്ഷേ ഈ വാഹന ഉടമസ്ഥരെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഈ വാഹനത്തിന്റെ ഉടമകൾ എല്ലാവരും ഉള്ളത്. തൃശ്ശൂരിൽ നിന്നും സൂരജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.